اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താനുള്ള വഴിയിലേക്ക് പ്രവേശിച്ച ഒരു സാലിക്കായ ഒരാള്, ആ ആള് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആത്മീയമായ രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രേഡിനനുസരിച്ച് അവനക്ക് വെളിവാക്കി കൊടുക്കും. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ നിന്നു പോകാൻ പാടില്ല. കാരണം അവൻ തേടുന്ന സാധനം ഇനിയും എത്രയോ മുമ്പിലാണ്. അവൻ തേടി നടക്കുന്ന അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്ന് പറയുന്ന ഉന്നതമായ ആ വിഷയം എത്രയോ മുമ്പിലാണ് എന്ന് അവനോട് വിളിച്ചു പറയുന്ന അതിന്റെ ബാക്കി ഭാഗമാണ് നമുക്കിന്ന് പറയാൻ പോകുന്നത്. വലാ തബറജത്ത് ലവാഹിറുൽ മുക്കവ്വിനാത്തി, വലാ തബറജത്ത് ലവാഹിറുൽ മുക്കവ്വനാത്തി, സൃഷ്ടികളുടെ ബാഹ്യമുഖങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തിയിട്ടില്ല. ഇല്ലാവനാദതുഹു, അവനോട് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ, ഹഖായിഖുഹ, ആ സൃഷ്ടികളുടെ ആന്തരിക ഭാഗങ്ങൾ അവനോട് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ. എന്താ വിളിച്ചു പറയുന്നത്? ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, നിശ്ചയം ഞങ്ങളൊക്കെ ഫിത്നകളാണ്, അതുകൊണ്ട് ഫലാ തക്ഫുർ, നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. എന്താണ് ഈ പറയണത് അറിയോ? ഒരു സാലിക്കായ വ്യക്തി അള്ളാഹുവിനെ അറിയാനുള്ള വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ചെയ്യുന്ന അമലുകൾക്കനുസരിച്ച് ഒരു പക്ഷേ അവനക്ക് വായുവിലൂടെ പറക്കാൻ കഴിയും, വായുവിലൂടെ പറക്കാൻ കഴിയും, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ കഴിയും. ചിലപ്പോ ചില സൃഷ്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കീഴ്പ്പെടുത്തി കൊടുക്കും. കാരണം അല്ലാഹു തആല കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരെക്കാൾ ഉത്തമരായി ലോകത്ത് ആരുമില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജീവികളൊക്കെ മനുഷ്യന്റെ താഴെയാണ്. മനുഷ്യന്റെ അമലുകൾ കൊണ്ടും അവന്റെ വിജ്ഞാനം കൊണ്ടും അവന്റെ മഹബത്ത് കൊണ്ടൊക്കെ മറ്റു സൃഷ്ടികൾ അവർക്ക് കീഴ്പ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ സാലിക്കായ വ്യക്തി അള്ളാഹുവിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവനക്ക് വായുവിലൂടെ പറക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കും. അതായത് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹും നാളിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരിരീശിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാൽ പിന്നെ എന്തിന്റെ ആവശ്യമല്ല? മനുഷ്യന്മാർക്ക് ചിറകിന്റെ ആവശ്യമല്ല. ചിറകില്ലാതെ മനുഷ്യന്മാര് പറന്നുപോകും. കാരണം മനുഷ്യ ശരീരം മണ്ണിന്റെ അവസ്ഥ പോയിട്ട് പ്രകാശത്തിന്റെ അവസ്ഥയായി മാറും. മലക്കുകളെ പഠിച്ചത് പ്രകാശം കൊണ്ടല്ലേ? അവർക്ക് 7ാമത്തെ ആകാശത്തു നിന്ന് 1ാമത്തെ ആകാശത്തേക്ക് എത്താനും അവിടുന്ന് ഭൂമിയിലേക്ക് എത്താനും ഒരൊറ്റ സെക്കൻഡ് മതി. എന്താ കാരണം? അവരെ പ്രകാശം കൊണ്ട് പഠിച്ചതാ. എന്നാൽ മനുഷ്യരിലും അല്ലാഹു തആല പ്രകാശത്തിന്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട്. അതിനെങ്ങനെ കത്തിച്ച് 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 മനുഷ്യ ശരീരത്തിന്റെ മണ്ണിന്റെ അവസ്ഥകളൊക്കെ പോയി പ്രകാശമായി മാറുമ്പോ മനുഷ്യനും നിമിഷങ്ങൾ കൊണ്ട് പല ഭാഗത്തേക്കും എന്ത് ചെയ്യാൻ കഴിയും? എത്താൻ കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലെ, നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന സാരിയ എന്ന് പറയുന്ന സഹാബിയോട് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് മദീന പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സാരിയ എന്ന് പറയുന്ന സഹാബിക്ക് അത് കേട്ടത്. ഉമർ അല്ലാഹുവിന് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അത് അവിടെ കേട്ടു. എന്താ കാരണം? ഹൃദയം 100 കൊണ്ട് നിറയുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായൊരു പദവിയാണ്. അപ്പോ വെള്ളത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയും. ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന മഹദി
അവിടുത്തെ മുരീദന്മാർക്ക് ഒരു സമുദ്ര തീരത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വന്നു. ഹസനുൽ ബസരി അങ്ങോട്ട് കടന്നു വന്നു. അപ്പൊ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. മാറി നിന്ന്, രണ്ടും കടയൊത്ത ആൾക്കാരാണ്, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. അങ്ങനെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു റാബിഅ ബീവിയോട് പറഞ്ഞു, നമുക്ക് ആ സമുദ്രത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, എന്നിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആരോട്? റാബിയത്തുൽ അദവിയയോട്. ആര്? ഹസനുൽ ബസരി തങ്ങൾ. കാരണം രണ്ടും ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആ സമയത്ത് റാബിയത്തുൽ അദവിയ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. അപ്പൊ ഹസനുൽ ബസരി പറഞ്ഞു, അതിനുള്ള കഴിവ് അല്ലാഹു തആല എനിക്ക് തന്നിട്ടില്ല. അപ്പൊ റാബിയത്തുൽ അദവിയ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളുടെ പണി സമുദ്രത്തിന്റെ മുകളിൽ നിൽക്കലോ വായുവിൽ നിന്ന് സംസാരിക്കലോ നമ്മുടെ പണിയല്ല. അത് അല്ലാഹു തആല നമ്മുടെ ഹൃദയ പ്രകാശം കൊണ്ട് നൽകുന്ന ഒരു പദവിയാണ്. ആ പദവിയെ എഴുത്തിമാത് ചെയ്യുന്ന ഒരു വലിയ പിന്നോട്ട് പോവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കലും സമുദ്രത്തിന്റെ മുകളിൽ നിൽക്കലും നമ്മളെ ജോലിയല്ല എന്ന് മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഹസനുൽ ബസരിയോട് പറഞ്ഞു. അതേ ഒരു വർത്താനമാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ നമ്മോട് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരെ മനസ്സ് വായിക്കാൻ കഴിയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് ആ കാര്യം നടപ്പിലാവും. നമ്മൾ ദ്വയർന്നു കൊടുത്താല് അത് ഇജാബത്ത് കിട്ടും. ചില ജീവികളെ നമുക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി തരും. ചിലപ്പോൾ അത് ഹിംസ്ര ജീവികളാവും, ഒരിക്കൽ പോലും നമ്മുടെ ഇണങ്ങാത്ത സിംഹം, കടുവ പോലത്തെ ജീവികളാവും. പല ജീവികളും ഉണ്ടാവും. മഹദിയാകുന്ന മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ആടുകളെ മേക്കാൻ വേണ്ടി അല്ലാഹു തആല ചെന്നായെ ആക്കിയെന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. പല ജീവികളും നമുക്ക് എന്ത് ചെയ്യും? കീഴ്പ്പെട്ട് വരും. കാരണം മനുഷ്യന്മാരെക്കാൾ വലുതായിട്ട് ആരുമില്ല. അപ്പൊ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, വലാ തബറജത്ത് ലവാഹിറുൽ മുകവ്വിനാത്തി, സൃഷ്ടികളുടെ ബാഹ്യമുഖങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തിയിട്ടില്ല. എങ്ങനെ? ഇല്ലാവനാദത്തുഹു, അത് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ. എന്ത്? ഹഖായിഖുഹ, ആ സൃഷ്ടികളുടെ ആന്തരിക ഭാഗത്ത് നിന്ന് നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോ വ്യാപാരം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, നമ്മൾ ചെയ്യുന്ന ജോലി ഒരു സൃഷ്ടിയാണ്, നമ്മൾ അത്ഭുതങ്ങൾ കാണിക്കുന്നതൊക്കെ സൃഷ്ടിയാണ്. ആ സാധനം നമ്മോട് പറയുന്നുണ്ട്. എന്ത്? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞങ്ങളൊക്കെ ഫിത്നകളാട്ടോ, ഞങ്ങളെ പിന്നാലെ വല്ലാതെ എന്ത് ചെയ്യണ്ട, പോണ്ട. ഫലാ തക്ഫുർ, നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. കാരണം നമ്മളെ കയ്യുകൊണ്ട് നമ്മൾക്ക് ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് തോന്നും നമ്മൾ അത്യാവശ്യം വലിയ തരക്കെടില്ല. ഒരാളെ മനസ്സ് വായിക്കാനുള്ള കഴിവൊക്കെ അല്ലാഹു തആല നമുക്ക് തന്ന നമുക്ക് തോന്നും നമ്മൾ വലിയ തരക്കെടില്ല. അതൊക്കെ നമ്മളെ വഞ്ചിക്കാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് കാരണം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൽ കഹ്ഫിന്റെ 7-ാമത്തെ സൂറത്തുണ്ടല്ലോ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഭൂമിക്ക് മുകളിൽ അല്ലാഹു തആല എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതൊക്കെ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല ഭംഗിയാക്കി കാണിച്ചു തരും. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ പറഞ്ഞ വിഷയം ആരിഫീങ്ങളാകുന്ന ആളുകളോട് പറഞ്ഞതാ, ആരിഫീങ്ങളാകുന്ന ആളുകളോട്. കാരണം കറാമത്തൊന്നും ആരിഫീങ്ങളെ സംബന്ധിച്ച് വലിയൊരു പുതുമുള്ള കാര്യമൊന്നുമല്ല. ആരിഫീങ്ങളെ സംബന്ധിച്ച് കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം ഒന്നും എന്തല്ല, വലിയ പുതുമുള്ള കാര്യമല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് കറാമത്ത് കാണിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുക്കണോ? വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം ഓലെ സംബന്ധിച്ച് കറാമത്തൊന്നും വലിയ കാര്യേ അല്ല. ഇപ്പൊ സിദ്ദീഖ് തങ്ങള് പ്രവാചകന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നത് ആർക്കാ? സിദ്ദീഖ് തങ്ങൾക്കാ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? വലിയ കറാമത്ത്. എന്നാൽ അതിനേക്കാളും വലിയ കറാമത്ത് കേട്ടിട്ടുണ്ട് ആരെ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിൽ. സത്യത്തിൽ ദറജ രണ്ടാൾക്കും മാറ്റമുണ്ട്. ഒരാളുടെ കറാമത്തുകൾ വ്യാപകമായി കേട്ടുക്കണു, ഒരാളത് അത്ര കേട്ടിട്ടില്ല. അപ്പൊ കറാമത്തുകൾ ഒരുപാട് ആൾക്ക് ഉണ്ടായി എന്ന് കരുതിയിട്ട് അദ്ദേഹം വലിയ മഹാനാവൂല. കറാമത്ത് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മഹത്വം കുറയില്ല. കാരണം അവരിതിലൊന്നും ശ്രദ്ധിക്കൂല.
അപ്പൊ ഇതിലൊന്നും എന്ത് ചെയ്യൂല, ശ്രദ്ധിക്കും. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. എന്ത്? സൃഷ്ടികളുടെ ബാഹ്യമുഖങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തിയിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ വനാദതുഹു ഹഖായിഖുഹ, ആ സൃഷ്ടികളുടെ ആന്തരിക ഭാഗങ്ങളുണ്ടല്ലോ, അത് അവരോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എങ്ങനെ? ഇന്നമാ നഹ്നു ഫിത്നത്തുൻ, ഞങ്ങൾ വലിയ ഫിത്നക്കാരാട്ടോ, ഞങ്ങളെ പിന്നാലെ വല്ലാതെ വരണ്ട. അതുകൊണ്ട് ഫലാ തക്ഫുർ, നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. ഇപ്പോ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ബൽആം എന്ന് പറയുന്ന ഒരാൾ, അല്ലെ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ളതാണ് ആര്? ബൽആം. ബൽആമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൽആം എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ഇസ്മുൽ ആളം ഏതാണ് എന്നും അതിന്റെ പൊരുൾ അറിയുന്ന ആളായിരുന്നു ആര്? ബൽആം. മാത്രല്ല ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറയാനുള്ള കണ്ണ് അല്ലാഹു തആല കൊടുത്തിരുന്നു ആർക്ക്? ബൽആമിന്. പക്ഷേ തന്റെ അനുയായികൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിക്കെതിരെ ദ്വാരക്കണം എന്ന് പറഞ്ഞു. മൂസാ നബിക്കെതിരെ ദ്വാരക്കണം. അപ്പൊ ബൽആം പറഞ്ഞു, മൂസാ നബിക്കെതിരെ ദ്വാരക്കാൻ അത് പറ്റൂല പറഞ്ഞു. പക്ഷേ അനുയായികൾ വിട്ടില്ല. മൂസാ നബി നമ്മൾ അധികാരമൊക്കെ നഷ്ടപ്പെടുത്തും, നമുക്ക് പല കുറവുകളും സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് ബൽആം ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയിൽ കാണുന്ന ഓരോ ജീവികളും ബൽആമിനോട് പറഞ്ഞു കൊടുത്തത്, ബൽആമേ ഇത് നിന്റെ പരാജയത്തിലേക്കാണ് ഈ പോക്കിട്ടോ, മൂസാ നബി എന്ന് പറയുന്നത് നുബുവത്ത് കിട്ടിയ പ്രവാചകനാണ്, ശ്രദ്ധിച്ചോ എന്ന് ബൽആമിനോട് പറഞ്ഞു. പക്ഷെ ബൽആം അത് കൂട്ടാക്കിയില്ല. ബൽആം മൂസാ നബിക്കെതിരെ തുയർന്നു. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മസലുഹു, ഈ ബൽആമിന്റെ ഉദാഹരണം ആരെ പോലെയാണ്? മസലുൽ കൽബ്, അല്ലെ? നായയുടെ ഉദാഹരണം പോലെയായി. പരിശുദ്ധ ഖുർആൻ നായയോടാണ് ആരെ ഉപമിച്ചത്? ബൽആമിനെ ഉപമിച്ചത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു, അതിലങ്ങട്ട് ഭ്രമിച്ചുപോയി. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്, അത് ഇന്നെ എല്ലാ ശത്രുക്കളെ തൊട്ട് തടയും. എനിക്ക് അല്ലാഹു തആല അങ്ങനെ തരാൻ കാരണം ഞാൻ വലിയൊരാളാണ്, ഒരു സംഭവമാണ് എന്ന് ബൽആം കരുതിയപ്പോ ആ കാരണം കൊണ്ട് തന്നെ അല്ലാഹു തആല ഈ ബൽആമിനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. മനസ്സിലാവുണ്ടോ? ഇനി അതേപോലെ തന്നെ ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇദാ അറത്ത അൻ തൻദുറ ഇല ദുനിയ, ദുനിയാവിലേക്ക് നീ നോക്കാൻ ഉദ്ദേശിച്ചാൽ, ഫൻദുർ ഇല മുസബ്ബലത്തിൻ, നീ വേസ്റ്റ് കൊട്ടുണ്ടല്ലോ, വേസ്റ്റ് കൊട്ട, അതിലേക്ക് നോക്കിയാൽ അതാണ് ദുനിയാവ്. എല്ലാവരും കൊണ്ടുപോയി തള്ളുന്ന സാധനല്ലേ, അതാണ് ദുനിയാവ്. അദ്ദുനിയ ജീഫത്തുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് കൊട്ട പോലെയാണ്. എന്നിട്ട് അവിടെ തന്നെ ബഹുമാനപ്പെട്ട ഹസൻ ബസരി പറയുന്നുണ്ട്, നിനക്ക് ഏതെങ്കിലും സമയത്ത് ഒരഹങ്കാരം തോന്നുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരു പിടി മണ്ണും കൂടെ എടുക്കുക, ഒരു പിടി. എന്നിട്ട് നീ മനസ്സിലാക്കണം, ആ മണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ട്, പറയണം ഈ മണ്ണെന്നാണ് നിന്നെ പടച്ചത്, ഇനി ഈ മണ്ണ് പോലെ തന്നെ നിന്നെ ആക്കുന്ന ഒരു സന്ദർഭം നിനക്ക് വരാനുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അത് ചെയ്തിട്ടും നിന്റെ മനസ്സിൽ അഹങ്കാരം പോയില്ലെങ്കിൽ നീ ബാത്റൂമിലേക്ക് പോവുക, നിന്റെ കാഷ്ടത്തിലേക്ക് നീ നോക്കുക. എന്നിട്ട് നീ മനസ്സിലാക്കണം, നീ വലിയ ആളാന്ന് കരുതി നടക്കുന്ന ആളില്ലേ, നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയ സാധനമാണിത്. ഇതെങ്ങാനും മറ്റൊരു വ്യക്തി കണ്ടാൽ നിന്റെ ഇമേജ് എത്രമാത്രം ഇടിയുമെന്ന് നീ മനസ്സിലാക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഒരു ദുനിയാവും ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ തോതൊക്കെ. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് സുന്നത്തായ ഇബാദത്തുകൾ പെരുപ്പിക്കുമ്പോ, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ, സ്വലാത്തുകൾ ചെല്ലുമ്പോ, ഒരു പക്ഷേ അല്ലാഹു തആല അള്ളാഹുവിന്റെ സൗന്ദര്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മഅരിഫത്തിൽ നിന്ന്, തജല്ലിയാത്തിൽ നിന്ന് അല്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുവരും, നമ്മളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇട്ടുവരും. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മളിന്ന് വലിയ അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകണ്ട. ആ കാരണങ്ങളൊക്കെ നിന്നെ ചതിക്കാനാണ് സാധ്യത. ആ ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സാധനങ്ങളൊക്കെ ഓലൊക്കെ ആന്തരിക ഭാഗത്ത് നിന്ന് നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളെ പിന്നാലെ കൂടരുത് കേട്ടോ, ഞങ്ങളെ വലിയ ഫിത്നക്കാരാണ്, അതുകൊണ്ട് ഫലാ തക്ഫുർ, നീ നന്ദി കേട് കാണിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻത മഅൽ അക്വാനി, നീ സൃഷ്ടികളോടുകൂടെ ആയിക്കഴിഞ്ഞാൽ, മാലം തഷ്ഹദിൽ മുക്കവ്വി, ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ്. സൃഷ്ടികളോടുകൂടെ നീ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ല. എന്നാലോ നീ അള്ളാഹുവിനെ കണ്ടാലോ സൃഷ്ടികളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും ചെയ്യും.
സൃഷ്ടികളൊക്കെ എൻ്റെ കൂടെ. കാരണം നിന്റെ ഹൃദയത്തിൽ നൂറാനിയത്ത് ഉണ്ടെങ്കിൽ ആ നൂറാനിയത്ത് തേടിയിട്ട് ഈയാമ്പാറ്റകളെ പോലെ എന്ത് ചെയ്യും? ആളുകൾ വരും. നീ ഒരു മെഴുകുതിരി വട്ടമായിരിക്കും, നിന്റെ ചുറ്റുഭാഗത്തും ഈയാമ്പാറ്റകളെ പോലെ എന്തുണ്ടാവും? ആൾക്കാരുണ്ടാവും. കാരണം എന്താ? നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് അമൂല്യമായ അള്ളാഹുവിന്റെ നൂറാനിയത്താണ്. അപ്പൊ സൃഷ്ടികളോടുള്ള വേണ്ടാത്ത ബന്ധങ്ങൾ എന്ത് ചെയ്യുക? അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കിയിട്ട് ആ ബന്ധം ആരോടാക്കുക? അള്ളാഹുവിനോടാക്കുമ്പോൾ അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു താല എന്ത് ചെയ്യും? ഇട്ടുതരും. അപ്പൊ ഞാൻ പിന്നെയും പറയാണ്, നമ്മൾ ചിലപ്പോ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തോനെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സുന്നത്ത് കൊണ്ടൊക്കെ നമ്മൾ വലിയ ദർജീക്കെത്തും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വലിയ ദർജീക്കെത്തും, എന്റെ സ്വതക്ക കൊണ്ട് വലിയ ദർജീക്കെത്തും. അതിനൊന്നും എഴുത്തിമാത് ചെയ്യാൻ പാടില്ല. അതിൻ്റെയൊക്കെ ഉള്ളിന്ന് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് എന്ത്? ഞങ്ങൾ വലിയ ഫിത്തനക്കാരാട്ടോ. ഒന്നുകൂടി അർത്ഥം വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, വലാ തബറജത്ത് ലവാഹിറുൽ മുക്കവ്വിനാത്ത്, അല്ലെങ്കിൽ മുക്കവ്വനാത്ത്, സൃഷ്ടികളുടെ ബാഹ്യമുഖങ്ങൾ സൗന്ദര്യ പ്രകടനം നടത്തിയിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ വനാദതുഹു ഹഖായിഖുഹ, അതിന്റെ ആന്തരിക ഭാഗങ്ങൾ അവനോട് വിളിച്ചു പറയുന്നുണ്ട്. ഏതൊരു സാധനത്തിനെ കാണുമ്പോഴും അതിന്റെ അന്തർഭാഗത്ത് നിന്ന് നിന്നോട് എന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ചു പറയുന്നുണ്ട്. അവരൊക്കെ എന്ത്? ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ വലിയ ഫിത്നക്കാരാണ്. അതുകൊണ്ട് ഫലാ തക്ഫുർ, നീ നന്ദികേടി കാണിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവാണ്. അതിന്റെ മുമ്പിൽ നമുക്ക് മറ്റുള്ള മാർഗങ്ങളൊക്കെ, മറ്റുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ നീക്കിയേ പറ്റുള്ളൂ. അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യുക? ഇബാദത്ത് ചെയ്യുക. അതിന്റെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് പല അത്ഭുതങ്ങളും കാണും, പല സ്വപ്നങ്ങളും ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ തന്നെ കണ്ടു എന്ന് വരും. ഇനി അങ്ങനെ റസൂലുള്ളാഹിനെ തന്നെ കണ്ടാല് നമ്മൾ ഇഷ്ടമുള്ളവരോട് മാത്രം പറയാം. ഏതൊരു നല്ല സ്വപ്നം കണ്ടാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? ഇപ്പൊ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ഉമ്മയേക്കാരൻ, നമ്മളെ വാപ്പയേക്കാരൻ, ഞങ്ങളെ ഭാര്യയേക്കാരൻ, അവരോടൊക്കെ പറയാം. അല്ലാതെ നമ്മളോട് അസൂയ വെക്കുന്ന, നമ്മളോട് ദേഷ്യമുള്ള ആളോട് പിന്നെ ഞാൻ ഇപ്പൊ ഇന്നലെ ഇന്നാളെ കണ്ടിരുന്നു, അത് പിന്നെ ഒരു പകക്കും വിദ്വേഷത്തിനും കാരണം. അതേപോലെ തന്നെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം പോലും എന്ത് പാടില്ല? ഒരഹങ്കാരമോ ലോകമാന്യമോ പാടില്ല. അത് പരാജയത്തിലേക്കാണ് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.